ഞാൻ എപ്പോൾ ബാംഗ്ലൂർ പോയാലും വിസിറ്റ് ചെയ്യുന്ന കിച്ചൺ വെയറിൻ്റെ ഒരു ഷോപ്പാണ് ജയനഗറിലുള്ള സാരഥി. 3-4 നിലകളിലായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. സിറാമിക് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ബ്രാസ് ആണെങ്കിലും എല്ലാ ടൈപ്പ് കുക്ക് വെയറുകളും കിച്ചൺ വെയറുകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതെല്ലാം വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവരോട് ഞാനത് അയച്ചു തരാനാണ് പറയാറുള്ളത്. നല്ല പാഴ്സലായിട്ട് അവർ അയച്ചു തന്നിട്ടുണ്ട്. പല അടിപൊളി പാക്കേജിംഗ് ആയിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടാലോ? ഹായ്, സിറാമിക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ പ്രയാസമാണ്. എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ വേണം എന്നുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലും കാണിക്കാൻ പോണത്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ജയനഗറിലെ സാരഥി എന്ന് പറഞ്ഞ ഒരു ഹോം ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. 2-3 നിലകളിലായിട്ട് ആ ഷോപ്പുണ്ട്. ഞങ്ങളൊരു 3 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് പാത്രങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു. ഒരു ബിലോ 5,000 അകത്ത് തന്നെ സാധനങ്ങളൊക്കെ അവർ നല്ല റിഡക്ഷനോടുകൂടി തന്നെ എനിക്ക് തന്നു. അതുകൊണ്ട് എനിക്കിതൊന്നും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവർ അയച്ചു തരികയാണ് ചെയ്തത്. ഇതിനു മുമ്പ് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല പാക്കേജിങ് ആയിരുന്നു. ഇതുപോലെയുള്ള പാത്രങ്ങൾക്കൊക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ളത് കൊണ്ട് അവരിതുപോലെ ഒരു എക്സ്ട്രാ കവറും കൂടെ ഇട്ടിട്ടൊക്കെയാണ്, ഡബിൾ ലെയേർഡ് ആയിട്ടൊക്കെയാണ് ഇത് പാക്ക് ചെയ്ത് തന്നിരുന്നത് കേട്ടോ. നല്ല പാക്കേജിങ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇത് ഐസ്ക്രീം സെറ്റ്സ് നെസ്റ്റാഷ്യയിലും ഉണ്ടായിരുന്നു. നെസ്റ്റാഷ്യയിലത്തെ ഐസ്ക്രീം സെറ്റ്സ് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നെസ്റ്റാഷ്യ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് അവരിതെല്ലാം ഓൺലൈനിൽ എടുക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് പാഴ്സൽ അയച്ചു തരാനൊക്കെ ഒരു പ്രയാസം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കുന്നതിന് വരെ ഞാൻ നേരെ സാരഥിയിൽ പോയിട്ട് ഇതന്നെ സെലക്ട് ചെയ്തു. സെയിം സാധനം തന്നെയാണ്. ഒരു 400 എന്താണ് റേഞ്ച് എഴുതിയിരിക്കുന്നതിൽ ഒരു ടോട്ടൽ മൊത്തത്തിൽ. പക്ഷെ ഒരു 300 സംതിങ്ങിന് എനിക്ക് തന്നു അവരിത് മൊത്തം 6 എണ്ണം. നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം സെറ്റാണ്. ഞാൻ ക്ലോസപ്പ് ഇടാമേ. പിന്നെ ഇത് മാത്രമേ ഞാൻ പൊട്ടുന്ന സാധനങ്ങളായിട്ട് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പൊട്ടാത്ത സ്റ്റീൽ ഐറ്റംസ് ആണ്. ഇനി ഇത് നല്ല സിൽവർ ഫിനിഷ് ഉള്ള ഒരു ബൗളാണ്. ഇത് വേണമെങ്കിൽ 6 എണ്ണമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയൊക്കെ വിളമ്പാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. സിൽവർ ഫിനിഷ് ആണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ പാത്രത്തിന്. നല്ല പല പല ഡിസൈൻസിൽ ഇത് അവൈലബിൾ ആണ്. ഇവിടെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ വിലയും 128 ആണ് ഒരെണ്ണത്തിന്. പിന്നെ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ നല്ല ഡിസൈൻ ആയിട്ടുള്ളത്, നല്ല ഹൈറ്റിലും നല്ല ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് പാത്രങ്ങൾ അവിടെ ഉണ്ട്. പല ഷേപ്പിലും ഒക്കെ ഉള്ള പാത്രങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല സ്റ്റീൽ തന്നെയാണ്, നല്ല ക്വാളിറ്റി സ്റ്റീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 368. സോറി നോക്കട്ടെ. ഇതിൻ്റെ വില 363 ആണ്. 363 ആണ് അതിൻ്റെ വില. പിന്നെ ഇതും അതുപോലെ ഒരെണ്ണം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ലാമിനേറ്റഡ് സംഭവമാണ്. ഇതൊക്കെ നമ്മൾ പക്ഷെ സ്പോഞ്ച് വെച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. തന്നെ ഗ്ലേസിങ് ഉള്ള പാത്രം ആയതുകൊണ്ട് തന്നെ സ്പോഞ്ച് വെച്ച് കഴുകിയാൽ തന്നെ എല്ലാം ക്ലീൻ ആവും. പിന്നെ നമ്മളിത് അടുപ്പത്തൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 473 ആണ്. 473. ഇതെല്ലാം എനിക്ക് റിഡക്ഷൻ തന്നിട്ടുണ്ട് അവർ കേട്ടോ. പിന്നെ ഇതും അതുപോലെ പല കളേഴ്സ് അവിടെ ഉണ്ട്. ഗ്രീൻ, ബ്ലൂ, യെല്ലോ, പല കളേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ഒരു കളർ ഇങ്ങനെ സെലക്ട് ചെയ്തേ ഉള്ളൂ. ഇത് നല്ല സ്റ്റീലാണ്, കാണുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 596 ആണ് കേട്ടോ. 596 ആണ്. പക്ഷെ റിഡക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും അവർ. പിന്നെ ഇത് എന്തിനാ വാങ്ങിച്ചത് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. ബിക്കോസ് ഇത് ഇവിടെ ഒരു ഗ്ലാസ്സിൽ ലിഡാണ്. കുറച്ച് ഭാഗത്ത് ലിഡിന്റെ കുറച്ച് ഭാഗത്ത് ഗ്ലാസ് ഉണ്ട്. ഇതിന്റെ വിലയും 200. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. 293 ആണ്. ഇതും എനിക്ക് തോന്നുന്നു പല സൈസിലുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സ്റ്റീൽ ഐറ്റംസ്. അപ്പൊ 3 കണ്ടെയ്നേഴ്സ്. പിന്നെ ഇത് ബർഗ്നറിന്റെ ഫ്ലാസ്ക് ആണ്. ഇത് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇതൊരു 2 കൊല്ലം മുമ്പ് ഏതോ ഒരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഏതാന്ന് പോലും ഇപ്പം മനസ്സിലാകുന്നില്ല. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിട്ടാണ്. ചൂടായിട്ട് കുറെ മണിക്കൂറുകളോളം ഇരിക്കും. തണുപ്പ് വെള്ളം വെച്ചാൽ തണുപ്പായിട്ടിരിക്കും. അതിന്റെ തെർമോ ഫ്ലാസ്ക് പോലത്തെ ഒരു സാധനമാണ്. വാട്ടർ ബോട്ടിലായിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നോക്കിയപ്പോൾ ഇത് ഓൺലൈനിൽ കണ്ടു. ഈ സാധനം ബർഗ്നറിന്റെ സൈറ്റിലുണ്ട്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് സെറാമിക് ഫീലുള്ള 2 പാത്രങ്ങളാണ്. ഇത് സെയിം തന്നെ സെറാമിക്കിൽ അവിടെ ഉണ്ട്, നല്ല ഹെവി ആയിട്ട്. ഇത് മെലാമിനാണ്.
വിത്ത് ഒരു ഗോൾഡൻ ലൈനിങ് ഒക്കെ ഉള്ള നല്ലൊരു പാത്രമാണ് കേട്ടോ. മൈക്രോവേബിൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ മൈക്രോവേവിൽ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. മൈക്രോവേവിൽ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ വേറൊരു വീഡിയോ ഇടാം. ഇതിൽ വില 404 ആണ്. പിന്നെ ഇത് 312 ആണ് ഇതിൻ്റെ വില. ഇത് പല ഷെയ്ഡിൽ അവിടെ ഉണ്ട്. ഞാനൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് എടുത്തത്. നല്ല കളേഴ്സിലുള്ള സെർവിങ് ട്രേ ആണിത്. നല്ല ഫുഡൊക്കെ വെച്ച് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന പാത്രങ്ങൾ. പിന്നെ മാറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ഡ്രൈയിങ് മാറ്റാണ്. ഐക്കയുടെ ഡ്രൈയിങ് മാറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഇതിൻ്റെ ഹാഫ് സൈസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള ഡ്രൈയിങ് മാറ്റാണ്. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില പോയിട്ടുണ്ട്. ഡ്രൈയിങ് മാറ്റ് ഞാൻ എവിടെയോ പോയി. ഞാൻ പിന്നെ ഇടാമേ, ഇതിൻ്റെ മുകളിൽ ലിങ്കിൽ ഇടാമേ. പിന്നെ ഇതൊരു ഹോട്ട് മാറ്റ് ആണ്. ഇത് 3 എണ്ണമുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ വിലയാണെങ്കിൽ 485 ആണ്. നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതും ഒരു ഹോട്ട് മാറ്റ് ആണ്. ഇതിൻ്റെ വില 216 ആണ്. ഇത് നെസ്റ്റാഷിലൊക്കെ പോയപ്പോൾ ടേബിൾ മാറ്റൊക്കെ സെറ്റായിട്ട് 6 ആയിട്ട് കൊടുക്കും. മിക്ക ഷോപ്സിനും അത് 6ന്റെ സെറ്റായിട്ടാണ് കൊടുക്കുക. ഈ കടയിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ടൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വരണം. ഇതും പല കളറിലും പല ഡിസൈനിലും പല സൈസിലും ഇത് അവൈലബിൾ ആയിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇതിൻ്റെ എല്ലാം വിലകൾ ഞാൻ വേണമെങ്കിൽ അവിടെ സ്ക്രീനിൽ ഇടാവുന്നതാണ്. എനിക്ക് നല്ല എന്താ പറയുക, റീസണബിൾ റേറ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പർച്ചേസ്. ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത വേറെ ഷോപ്പിൽ നിന്ന് വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സാരഥിയിലെ ഷോപ്പിംഗ് ആണിത്. ഇന്ന് വന്നതാണിത് പാഴ്സൽ. അപ്പം അതൊന്ന് പറയാമെന്ന് കരുതി. ഇതുപോലെ നിങ്ങൾക്കും പാത്രങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരും ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള പാത്രങ്ങളും ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ആ ഷോപ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റിലൊക്കെ നടണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്